ഞാൻ പിന്നെ എന്ത് വേണം ഡോക്ടർ? എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു താ പ്ലീസ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യത്തിൽ തന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുമെന്ന്. ഞാനും അമ്മയും മാക്സിമം ശ്രമിക്കുന്നുണ്ട്. ടീച്ചർ ഇന്ന് വിജയങ്ങളുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിട്ട് VP എന്ത് പറഞ്ഞു? അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി ചെന്നിട്ട് വേണം ചോദിച്ചറിയാൻ. എന്താ അങ്കിളുടെ നിലപാടെന്ന് അറിഞ്ഞിട്ട് തന്നെ ഞാൻ വിളിക്കാം. എന്തായാലും ഒറ്റയടിക്ക് വിജയങ്ങൾ ഇതിനോട് പൊരുത്തപ്പെടുമെന്നുള്ള പ്രതീക്ഷ എനിക്കോ മമ്മിക്കോ ഇല്ല. പക്ഷേ വളരെ ഗ്രാജുവലായി വിജയങ്ങളിന് ഈ സത്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ ഒരു ഫൈൻ എൻഡിങ്ങിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് എൻ്റെ ശ്രമം. സോ അപ്പോൾ അതിനോട് ക്ഷമാപൂർവം സഹകരിച്ചേ പറ്റൂ. എന്തു പറയുന്നു? ഓക്കെ അല്ലേ? എങ്ങോട്ടാപ്പോ രാവിലെ തന്നെ? ഒന്ന് പുറത്തു പോണം. പുറത്തെവിടെ? പഴയ പാർട്ട് ടൈം ജോലി പിന്നെയും തുടരാനുള്ള പരിപാടി ഉണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിച്ചതാ. ഇല്ല, ഞാൻ ലൈബ്രറിയിലേക്കൊന്ന് പോകാൻ ഇറങ്ങിയതാ. അപ്പൊ കോളേജിൽ ഇനി പോകുന്നില്ല എന്ന് തന്നെയാണ് മോളുടെ തീരുമാനം? അല്ല, കോളേജിൽ പോകാൻ തൽക്കാലം നീ ഉദ്ദേശിക്കുന്നില്ല എന്ന് അമ്മ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നുള്ളൂ അച്ഛാ. മെന്റലി എനിക്കൊന്ന് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ ഓക്കെ, ഒക്കെ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. ഞാൻ വെറുതെ ചോദിച്ചതേ ഉള്ളൂ. ശരി അച്ഛാ. പോ. ഇനി കുറച്ചു ദിവസം നിനക്ക് നിന്റെ ഇഷ്ടം പോലെ നടക്കാം. എന്റെയോ ഗീതയുടെയോ വക യാതൊരുവിധ ഇടപെടലുകളോ ചോദ്യം ചെയ്യലോ ഒന്നും ഉണ്ടാവില്ല. ഫുൾ ഫ്രീഡം അനുവദിച്ചിരിക്കുന്നു. ഒരാഴ്ചത്തേക്ക് നിന്നെ ഒരു ഫ്രീ ബേർഡായി വിടാനാണ് എന്റെ തീരുമാനം. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? മനസ്സിലായില്ല. അതായത് ഇനിയുള്ള ഒരാഴ്ച നിനക്ക് എന്തൊക്കെ ചെയ്തു തീർക്കാൻ ആഗ്രഹം ബാക്കിയുണ്ടോ അതൊക്കെ ചെയ്തു തീർക്കാനുള്ള ഒരു ബ്ലാങ്ക് പെർമിഷൻ ഞാൻ ഗ്രാന്റ് ചെയ്തിരിക്കുന്നു എന്ന്. വേണമെങ്കിൽ നിനക്ക് കോളേജിൽ പോവാം, അതല്ല ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാവാം. ഇനി അതുമല്ല ഒരു ടൈം പാസിന് ഏണിങ്സിന് വേണ്ടി ഡെലിവറി ഗേളായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതും ആവാം. അങ്ങനെ നിനക്ക് എന്തൊക്കെ തോന്നുന്നോ അതൊക്കെ ആവാം, അതിന്റെ മാക്സിമത്തിൽ. അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓഫർ പാക്കേജ് മുന്നോട്ട് വെക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാര്യമുണ്ട്, അത് പറയാം. ഗൗതം കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു. അവനും മോനും അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അവരുടെ വിസിറ്റും അച്ഛനിപ്പോ എനിക്ക് തന്ന ഈ ഓഫർ പാക്കേജും തമ്മിൽ എന്താ ബന്ധം? ബന്ധമുണ്ട്. അവര് വരുന്നത് നിന്നെ കാണാനാ. എന്നെ കാണാനോ? എന്നുവെച്ചാ ഗൗതമിന്റെ മകന് നിന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, വിവേക് കാനഡയിലാ ജോലി ചെയ്യുന്നത്, ഡോക്ടറാണ്. നിന്റെ ഫോട്ടോ കണ്ട് അവന് ഇഷ്ടമായെന്നാ ഗൗതം പറഞ്ഞത്. ഇനി നീയുമായിട്ടൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന്, അതിനാവും ഇങ്ങോട്ട് വരുന്നത്. ഞാൻ മോളോട് നേരത്തെ ഒരു കാര്യം സൂചിപ്പിച്ച് ഓർമ്മ ഉണ്ടോ? അച്ഛൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഒഴിവാക്കിയവരുടെ മുന്നിൽ അവരെക്കാൾ നന്നായി തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ മുരളിയുടെ അശ്വതിയുടെയും മോളേക്കാൾ ഒട്ടും പിന്നിലല്ല വിജയ് പണിക്കരുടെയും ഗീതാലക്ഷ്മിയുടെയും മകൾ ജീവിക്കാൻ പോകുന്നെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം നമുക്ക്. അവരുടെ ഭാഗത്തുനിന്ന് ആകെ ഒരു ഡിമാൻഡ് മാത്രമേ ഉള്ളൂ. അത് വിവാഹം കഴിഞ്ഞ് നീയും കാനഡയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വില്ലിങ് ആവണമെന്ന്. ഞാനതിന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാലോചിച്ചാ ഈ നശിച്ച നാട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും പോയി സെറ്റിൽ ആവും തന്നെ നല്ലത് അല്ലേ? അപ്പോ താനിവിടെ ഉണ്ടായിരുന്നോ?
ഞാൻ നമ്മുടെ വിവേകിന്റെ കാര്യം അപ്പനോട് പറയായിരുന്നു. അവർ വന്ന് കണ്ട് കാര്യങ്ങളൊക്കെ ഏകദേശം ധാരണയായി കഴിഞ്ഞാൽ അധികം വൈകാതെ തന്നെ കല്യാണവും നടത്താമെന്നാണ് ഗൗതം പറയുന്നത്. മിക്കവാറും വിവേക അടുത്ത മാസം പകുതിയോടെ മടങ്ങിപ്പോവും. അതിനു മുമ്പ് എന്തായാലും വിവാഹം നടത്തേണ്ടി വരും. അല്ല, അങ്ങനെ ധൃതി പിടിക്കേണ്ട കാര്യം എന്താ ബിബി? പയ്യൻ വന്ന് ഇവളെ കാണട്ടെ ആദ്യം. അയാളെ ഇവൾക്കും ഇഷ്ടപ്പെടണമല്ലോ. പിന്നെ രണ്ടുപേരും തുറന്ന് സംസാരിച്ച് തമ്മിലൊരു ധാരണയാവാതെ എങ്ങനെയാ? അതിനാണല്ലോ ഗീത അവരിങ്ങോട്ട് വരുന്നത്. അയാളെ ഇവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ കാര്യമൊന്നുമില്ല. ഈസ് ഗുഡ് ലുക്കിംഗ്, നല്ല പെരുമാറ്റമാണ്. വിവേകൻ എനിക്ക് നേരിട്ടറിയാലോ, എൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നില്ലേ? അപ്പൊ പിന്നെ അതിൽ വേറെ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. എന്താ അപ്പോ, നിനക്ക് വേറെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? നീ എന്താ ചിരിച്ചത്? അല്ല, ഇപ്പോഴെങ്കിലും എന്റെ അഭിപ്രായം അച്ഛനൊന്ന് ചോദിച്ചാലോ എന്ന് സന്തോഷം കൊണ്ട് ചിരിച്ചതാ. എന്താ, നിനക്ക് എതിരഭിപ്രായം വല്ലതും ഉണ്ടോ? എല്ലാ അച്ഛനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ എന്റെ അഭിപ്രായത്തിന് പ്രസക്തി ഇല്ലല്ലോ. എന്നാലും ഒരു സംശയം. അല്ല, ഞാനൊരു IAS കാരിയായി കാണണം എന്നായിരുന്നല്ലോ അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരു കാനഡക്കാരന്റെ പ്രപ്പോസൽ വന്നപ്പോഴേക്കും ഇത്രയും വേഗം ആ ആഗ്രഹമൊക്കെ അച്ഛൻ വേണ്ടെന്ന് വെച്ചോ? ആഗ്രഹിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ. അതിനുള്ള ഒരു ശ്രമവും എൻ്റെ മോളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലായി. IAS കാര്യമൊന്നും ആയില്ലെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിൽ നല്ല നിലയിൽ നീ സുഖമായി കഴിയുന്നെന്ന് സമാധാനിക്കാമല്ലോ. അത്രേ ഞാനിപ്പോൾ കരുതുന്നുള്ളൂ. ഇനി എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടോ? എല്ലാം അച്ഛന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നീ ഇതിനെ എതിര് പറയില്ല എന്ന് എനിക്കറിയായിരുന്നു. എവിടെയാ പോണ്ടെന്ന് വെച്ചാൽ പോയിട്ട് വാ. നീ എന്തിനാപ്പോ അച്ഛനോട് ഓക്കെ പറയാൻ പോയത്? പിന്നെ ഞാൻ എന്ത് വേണമായിരുന്നു? അച്ഛന്റെ ആഗ്രഹമൊന്നും ഒരു കാലത്ത് നടക്കാൻ പോകുന്നില്ല എന്ന് തുറന്നു പറയണമായിരുന്നോ? എങ്കിൽ അതിന് ഇനിയും സമയമുണ്ട്, ഞാൻ പറയട്ടെ. അപ്പോ ഒന്ന് പതുക്കെ. അച്ഛനോട് ഇപ്പൊ ഞാൻ ഇങ്ങനെ പ്രതികരിച്ചതേ അമ്മ എനിക്ക് തന്ന വാക്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തന്ന വാക്കിനോട് അമ്മയ്ക്ക് എത്രമാത്രം നീതി പുലർത്താൻ കഴിയുമെന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. കാനഡക്കാരൻ ഡോക്ടറും അയാളുടെ അച്ഛനും വരുന്നതിന് മുന്നേ എനിക്ക് പരോൾ അനുവദിച്ചു തന്നിട്ടുണ്ട് VP. എന്തും എന്റെ ഇഷ്ടത്തിന് ചെയ്യാനുള്ള ബ്ലാങ്ക് പെർമിഷൻ. തൽക്കാലം ഈ പരോൾ കാലം ഒന്ന് ആസ്വദിക്കാൻ തന്നെ എന്റെ തീരുമാനം. പോയിട്ട് വരാം.